അമ്മ കഥ പറയുന്നുണ്ടോ ഇല്ലേ? കഥയല്ല ഉണ്ണിയെ, മുത്തച്ഛന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ. രാമവർമ്മ തമ്പുരാനാണെന്ന് നാട് ഭരിച്ചിരുന്നതേ. വേഗം പറയൂ ആദ്യമേ. ആ ഓട്ടുമന്തിൽ ഇത്തിരി വെള്ളം എടുത്തുണ്ടോ? തൊണ്ട താഴ്ചിട്ട് വയ്യ. സംഭവങ്ങളൊക്കെ നടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി ആയിരുന്നു കേട്ടോ. വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്രഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ. പുഴയ്ക്കക്കരയും ഇക്കരയും രണ്ടില്ലങ്ങൾ. ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മനയും. ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ. മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ 6 5 ആണും 1 പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. ഓ കണ്ടാലോ അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ജ്ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, എനിക്ക് കേക്കണം. 2 ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരയ്ക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവമാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ 4-ാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ, അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു. 2-ാം ദിവസം ഗന്ധർവന്, 3-ാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്. അത് കഴിഞ്ഞ് 4-ാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേകമുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നെല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നോര് നിരീക്ഷിച്ചു. പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നോര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയൻകുട്ടി സാവിത്രി എന്തുത്തര പറഞ്ഞില്ലേ? ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. ആദ്യമേ സാവിത്രി എന്താ എഴുതിയത്? കാമരസം. സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായി നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതിഭ്രഷ്ട് കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടി വന്നു. വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി. തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു. വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടിത്തുടങ്ങി. അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ യക്ഷിയായി അങ്ങട് അവതരിച്ചു ചെമ്പ്രയിൽ. ഒന്ന് പെട്ടെന്നാവട്ടെ. നേരെ അങ്ങോട്ട്. ആ പടവൂരെ അങ്ങോട്ടിട്ട്. ആ
ഇതോടെ നശിക്കട്ടെ ചമ്പ്രയുടെ ദുഷ്കീർത്തി. ശകുനം നിന്ന് കത്തട്ടെ. ദാ അസ്ഥിവാരം വരെ ചാമ്പലാവണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ്. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങിട്ട് അമർത്തുക. എന്താ ഇത് പൊട്ടാത്തെ? എന്താ എന്ത് പറ്റി നോക്കട്ടെ. പൊറുക്കണം, മക്കളുടെ മൂഢത മാർപ്പാക്കണം. അത് ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഒന്ന് ഞെക്കി നോക്ക്. ഒരക്ഷരം വേണ്ടി പോരുത്. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഏതായി അവതാരം? 10 അവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷ പ്രജകളെ കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയറും, പിച്ചുമ്പയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്ന? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തേ പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ടെ മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത്? മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? 5 പ്രാണനും അലറിക്കരഞ്ഞപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുതൊന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോവാ മുറ്റത്തുനിന്ന്. നീ ആരാടാ അത് പറയാൻ? നെല്ലൂർ മനയുടെ ആധാരം തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയാ കിട്ടിയതുപോലിരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയങ്കോട്ടുകാരനവര്. ഷാരടി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്. നെല്ലൂർ മനയുടെ അവകാശി തുളസിമണി. മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം?
അന്ന് ഹരിയുടെ തോളിലിരുന്ന 5 വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ഷാനത്തെ അടുക്കളയിലിട്ട് വളർത്തി. ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ ക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ. 7 സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക അവള്. ചെല്ല്, വലതുകാല് വെച്ചങ്ങട് കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ, ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോകാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്ക. ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചു ഈ അച്ഛനും മകനും. ഇപ്പൊ കുട്ടനും ശാരടി മാമ മടങ്ങിക്കോളൂ. കുട്ടേട്ടൻ 4 ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കും. അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേത്തൊടിയിലെ മാവ് പോലും വെട്ടരുതെന്ന് അമ്മയോട് പറയണം. ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം.